എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനുള്ള ഒരു കാര്യമല്ല കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു ന്യൂസാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം TVK അതായത് വിജയുടെ പാർട്ടി ജയിച്ചപ്പോൾ MLAയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വ്യക്തിയാണ് MLA പല്ലവി മാഡം. കാരണം 9 മാസത്തിൽ 9ാം മാസം അതായത് കുഞ്ഞ് ജനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് പല്ലവി മാഡം സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി എത്തിയത്. ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ആ മാഡം നാട് മുഴുവൻ നടന്ന് പ്രചാരണത്തിന് പോയതും ആളുകളോട് വോട്ട് അപേക്ഷിച്ചതൊക്കെ. അങ്ങനെ ആ സമയം അതായത് സത്യപ്രതിജ്ഞയുടെ സമയം അതായത് പല്ലവി മാഡത്തിന് ഒരു പ്രത്യേക ഒരു ബഹുമാനമായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മുന്നിലും. കാരണം ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന ഒരമ്മ, പൂർണ്ണ ഗർഭിണിയായ ഒരമ്മ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ എല്ലാ ക്യാമറ കണ്ണുകളും എത്തിയ ഒരു വ്യക്തിയായിരുന്നു. അത് നല്ല ഗോൾഡൻ സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചാണ് മാഡം സത്യപ്രതിജ്ഞയ്ക്കുന്നത്. ഇപ്പോൾ മാഡത്തിൻ്റെ ഒരു ന്യൂസ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ സ്കൂൾ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് മാഡത്തിൻ്റെ ഏരിയയിൽ നിന്ന് മാഡത്തിനെ വിളിച്ചിരുന്നു. അപ്പോൾ മാഡം എന്തിന് പോയി അവിടെ ഉദ്ഘാടനത്തിന് പോയി. അത് ഉദ്ഘാടനം എന്നല്ല, ആ ഒരു ഓപ്പണിംഗ് ഡേ സെലിബ്രേഷൻ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ ഞാനിവിടെ ആ വീഡിയോ കാണിക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എന്താണ് നടന്നതെന്ന്. അപ്പോൾ തമിഴായതുകൊണ്ട് മാഡം സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ മാഡത്തിന് സംഭവിച്ച ഒരു അപമാനം മനസ്സിലാക്കാൻ ഭാഷ അറിയണമെന്നുള്ള ഒരു അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ കാണുമ്പോഴും ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടുത്തെ മേയറുണ്ട്, പ്രിയ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ആ മേയർ മാഡവും ഈ മാഡവും ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ഇനാഗ്രേഷൻ, അതായത് ഈ പ്രവേശനോത്സവം ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്ഥലത്ത് പോയപ്പോൾ മുമ്പിൽ കയറി അങ്ങ് നിൽക്കുവാണ് നമ്മുടെ മേയർ മാഡം. പക്ഷേ റിബൺ കട്ട് ചെയ്യേണ്ടത് ഈ നമ്മുടെ പല്ലവി MLA ആണ്. കാരണം എന്ന് വെച്ചാൽ മാഡം പ്രസവം കഴിഞ്ഞിട്ട്, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് MLA ആയിട്ട് ജോയിൻ ചെയ്ത് മാഡം നേരെ ഡെലിവറിക്കാണ് പോയത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 7 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ടും അവർ പറയുവാണ്, വീട്ടുകാരൊക്കെ എതിർത്തു, വേണ്ട പോകണ്ട, ഡെലിവറി കഴിഞ്ഞ് 7 ദിവസം ആയിട്ടല്ലേ ഉള്ളൂ, വേണ്ട ഈ ഫംഗ്ഷന് പോകണ്ട എന്ന് പറഞ്ഞിട്ടും തന്നെ ചെയ്യിപ്പിച്ച തൻ്റെ മക്കൾക്ക്, അതായത് തൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയാണ് അവർ ആ സ്കൂൾ ഓപ്പണിംഗ് ഡേയിൽ അവരവിടെ പോയത്. അവിടെ പോയപ്പോൾ ഒരു മേയർ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അവരായിരിക്കണം, എല്ലാ ക്യാമറയും അവരിലേക്ക് എത്തണം എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തോടെയാണ് ആ മേയർ പ്രിയ അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം എവിടെ ഇടിച്ച് കയറി ഫ്രണ്ടിലേക്ക് നിൽക്കുകയാണ്. ശരി, മേയറിന് അതായത് സ്ഥാനമുണ്ട്, MLAയ്ക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. 2 പൊസിഷനും ബഹുമാനം കൊടുക്കേണ്ട ഒരു പൊസിഷൻ തന്നെയാണ്. പക്ഷെ അവിടെ ഈ മേയർ പ്രിയ പല്ലവി മാഡത്തോട് ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും അവർ ഒരുപടി മുന്നിട്ട് നിൽക്കണം. ഫസ്റ്റ് അവർ കട്ട് ചെയ്യാൻ, പല്ലവിയെ കൊണ്ട് കട്ട് ചെയ്യിക്കുന്നു എന്നുള്ള പേരിൽ അവർ പെട്ടെന്ന് കട്ട് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, വിളക്ക് തരിക, അതായത് മെഴുകുതിരി വെച്ച് വിളക്ക് കത്തിക്കുക. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല, ഇനി നമുക്ക് അടുത്തൊരു സ്ഥലം ഉണ്ടല്ലോ. അങ്ങനെ ഇവരവിടെ നിന്ന് കഴിഞ്ഞു നേരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്കൂളിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവർക്ക് ഫസ്റ്റ് ഇറങ്ങിയതെല്ലാം MLA പല്ലവി മാഡമാണ്. അതിന് മുന്നേ ഈ മേയർ മാഡം അവിടെ നിൽക്കുന്നു. അവർക്ക് തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ റിബൺ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ തിരി കൊളുത്തണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ രണ്ടാമത് ചെന്ന സ്ഥലത്തും ഇതേ. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പ്രോട്ടോകോൾ അങ്ങനെയാണ്, IAS ഓഫീസർ ഇങ്ങനെ ഓരോരുത്തരുണ്ടല്ലോ, ഇന്ന ഒരു ചടങ്ങിന് ഇന്ന ആൾക്കാർ വേണം, ഓർഡർ അനുസരിച്ച് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ പ്രോട്ടോകോൾ അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അതേ സ്ഥലത്ത് ഈ പ്രശ്നം വന്നതിന് ശേഷമാണ് പ്രോട്ടോകോൾ അറിയില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത് വീണ്ടും അവിടെ
ഫ്രണ്ടിൽ കയറി നിന്ന് കട്ട് ചെയ്തു. അപ്പോഴും നമുക്ക് കാണാം ഈ പല്ലവി മാഡം സമാധാനപരമായിട്ടാണ് സൈഡിൽ നിൽക്കുന്നത്. അവിടെ കട്ട് ചെയ്തു. വീണ്ടും അടുത്ത രണ്ടാമത്തെ സ്ഥലത്ത് വിളക്ക് കൊളുത്താനായിട്ട് പോയപ്പോൾ അവരാദ്യം കൊളുത്തി. അത് നിങ്ങൾ ഇവിടെയെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ് MLA പല്ലവി മാഡത്തിൻ്റെ കയ്യിൽ അവരാണ് കൊടുത്തത്. എന്നിട്ട് അവർ കൈ കൊടുക്കാതെ പെട്ടെന്ന് മേടിച്ച് അടുത്ത് നിൽക്കുന്ന ആളിലേക്ക്. അപ്പോൾ അഭിമാനമുള്ള ഏതൊരു വ്യക്തിയായിരുന്നാലും പല്ലവി മാഡം ചെയ്തതേ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യം വിളിച്ചു വരുത്തി അപമാനിച്ചത് തന്നെയാണ്, തുല്യം എന്നല്ല. മാഡം ഇനി നിങ്ങൾ തന്നെ ചെയ്തോളൂ, ഇത്രേ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആ പ്രിയ മാഡത്തിന് എല്ലാം ചെയ്യണമെങ്കിൽ ഇനി എല്ലാം പ്രിയ മാഡം തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മാഡം അതായത് ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്താണ് മാഡം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് ക്യാമറ അറ്റൻഷൻ വന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം റെക്കോർഡഡ് ആയതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഈ മേയർ മാഡം കാണിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ മേയർ മാഡത്തിനെ അവിടുത്തെ ന്യൂസ് ചാനലുകൾ പുറകെ നടന്നിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പ്രിയ മാഡം എന്താണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.